മാ അഗ്ന അന്നി മാലിയ, എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു നിശ്ചിത കാലം ഉപയോഗിക്കാൻ വേണ്ടി തന്നതാണ്, അല്ലേ? അതിൻ്റെ ഉപയോഗം, അതിന് മൂല്യമുള്ളത് ഈ ദുനിയാവിൽ മാത്രമാണ്. ഇപ്പോൾ നാണയം, ഒരു രാജ്യത്ത് നാണയം മറ്റൊരു രാജ്യത്ത് ഉപയോഗമില്ലാത്തതുപോലെ, അതുപോലെ തന്നെ ഒരു നാണയം അല്ലെങ്കിൽ ഒരു കറൻസി നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മൂല്യമില്ലാത്തതുപോലെ, അതുപോലെ ഈ ദുനിയാവിലെ എല്ലാവിധ സമ്പത്തും അതിൻ്റെ എല്ലാത്തിൻ്റെയും മൂല്യം നഷ്ടപ്പെടുന്ന സന്ദർഭമാണ് മരണം എന്ന് പറയുന്നത്. മരിക്കുന്നതോടുകൂടി കഴിഞ്ഞു, അല്ലെ മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ തുടങ്ങും. ഒരാൾ മരണാസന്നനായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വത്തിൽ അവന് പൂർണ്ണമായ അധികാരമല്ല. അതുകൊണ്ടാണ് വസിയത്ത് 3/1 പാടുള്ളൂ. 3/1 കൂടുതൽ വസിയത്ത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അതിങ്ങനെ അനന്തരാവകാശികളിലേക്ക് കൈമാറുന്നതിൻ്റെ ആ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു. ഇവൻ്റെ മരണം അങ്ങനെ തുടങ്ങുന്നതോടുകൂടി അത് അനന്തര സ്വത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ അവൻ്റെ അധികാരം 3/1 ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അവന് ആ സ്വത്തിൽ യാതൊരു അധികാരവുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. അവൻ്റെ സമ്പത്ത് അതിനൊരു പരിധിയുണ്ട്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അന്നേ ദിവസം സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല മനസ്സോടുകൂടി, ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിയവരൊഴികെ. അപ്പോൾ അത് മാത്രമാണ് ഉപകരിക്കുക. നല്ല മനസ്സ്, ഈമാൻ, അമൽ സാലിഹാത്ത്, അത് മാത്രമായിരിക്കും വന്ന് ഉപകരിക്കുക. സമ്പത്ത് കൊണ്ട് ഉപകാരമുണ്ടാവുകയില്ല. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അവൻ മരിച്ചു വീണു കഴിഞ്ഞാൽ വമാ യുഗ്നി അൻഹു മാലുഹു, പിന്നീട് അവൻ്റെ സമ്പത്ത് കൊണ്ട് അവന് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഈ ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന സമ്പത്തും സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ കാണാൻ. അത് അല്ലാഹു തആല നമുക്ക് ആഖിറത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയായി, ഒരു സബബായി നമുക്ക് സംവിധാനിച്ചതാണ്. നാളെ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകാനുള്ളതാണ്. നമുക്ക് മുമ്പ് പലരും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടി അള്ളാഹു നൽകിയ ഈ സുഖങ്ങൾ, അത് പരലോകത്തെക്കുറിച്ച് നമ്മെ അശ്രദ്ധയിലാക്കാൻ പാടില്ല. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിനെ കുറിച്ച്, സമ്പത്ത്, സന്താനങ്ങൾ നിങ്ങളെ അശ്രദ്ധയിലാക്കരുത്. അങ്ങനെ അശ്രദ്ധയിലാക്കിയാൽ ഈ അവസ്ഥ വരും. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇയാൾ സമ്പത്തിനെ കുറിച്ച് അവിടെ പറയുന്നത്? എന്താ അപ്പോൾ അതിൻ്റെ കാരണം? കാരണം ഇയാൾ അവിടെ എത്താൻ ഈ സമ്പത്തിന് ഒരു പങ്കുണ്ട്. അതിൽ മുഴുകി ആ സമ്പത്തിൻ്റെ പിന്നാലെ പോയി അത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച്, അത് എണ്ണി നോക്കി, അതിൽ അഹങ്കരിച്ച്, അതിൻ്റെ ഹക്കുകൾ തടഞ്ഞ്, അങ്ങനെയാണ് അവിടെ എത്തിയത്. അതുകൊണ്ടാണ് ഈ കാര്യം അവിടെ ഓർക്കുന്നത്. മാ അഗ്ന അന്നി മാലിയ, എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടായില്ല. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് ഉപകാരം ഉണ്ടാകും അവിടെ. ആർക്കാണ് ഉണ്ടാവുക? അതിന് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ അനുസരിച്ച് ആ സമ്പത്തിനെ കൈകാര്യം ചെയ്ത ആളുകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. ഒരിക്കലും ഒരു ആടിനെ അറുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് നോക്കുകയാണ്. ആട് അവിടെ കൊടുത്തിട്ട് പോയതാണ്. ആടിനെ അറുത്ത് അത് അവർ വീതിച്ചു, സദഖ ചെയ്തു. തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ബാക്കിയുള്ളത്? നമുക്ക് തിന്നാൻ എന്താണ് എടുത്തു വെച്ചിട്ടുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ദഹബ കുല്ലുഹ വബഖിയ കതിഫുഹ, അതിൻ്റെ ഒരു തോൾ മാത്രം ബാക്കിയുണ്ട്, ഒരു ഷോൾഡർ മാത്രം ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം സദഖ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവിടെ പ്രതികരിക്കുക എന്ന് ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിയ കുല്ലുഹ ഗൈറ കതിഫിഹ, ആ തോള് ബാക്കിയായ കഷ്ണം അതൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് കിട്ടി. അത് നമ്മൾ തിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ബാക്കിയായ കഷ്ണം അത് നമ്മൾ തിന്നും, അത് നമുക്ക് പ്രതിഫലമില്ല, പരലോകത്ത് ഉപകാരമില്ല. എന്നാൽ ചെലവഴിച്ചത് അത് നമുക്ക് ഉപകാരപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ ബാക്കിയായത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇതാണ് സമ്പത്തിൻ്റെ അവസ്ഥ. അത് അള്ളാഹു നമുക്ക് നൽകിയതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ചെലവഴിക്കുക, പരലോകത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കുക. അല്ലാത്തവർ ഖേദിക്കേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ പറയേണ്ടി വരും,